രണ്ട് പഞ്ചായത്തുകളുടെ ഭരണ നേതൃത്വത്തിൽ രണ്ട് സഹോദരിമാർ അവരെയാണ് നാം ഇനി പരിചയപ്പെടാൻ പോകുന്നത്. വാണിയംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റായ കെ ശ്രീജയും തൊട്ടടുത്തുള്ള തൃക്കടേരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീലതയുമാണ് ആ അപൂർവ സഹോദരങ്ങൾ. ആ വാർത്ത കണ്ടുവരാം. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് തൊട്ടടുത്തുള്ള രണ്ട് പഞ്ചായത്തുകളുടെ ഭരണസമിതിയുടെ നായകരായി രണ്ട് സഹോദരിമാർ എന്ന അപൂർവതയാണ് ഇവർക്കുള്ളത്. ചേച്ചി വാണിയംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീജ, അനിയത്തി തൊട്ടപ്പുറത്ത് തൃക്കടേരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീലത. ശ്രീജ കന്നിയംഗത്തിൽ ജനപ്രതിനിധിയായി കടന്നുവന്നതാണെങ്കിൽ ശ്രീലതയ്ക്ക് മുൻപുള്ള 5 വർഷക്കാലത്തെ പരിചയസമ്പന്നതയുണ്ട്. രണ്ടുപേർക്കും പഞ്ചായത്തിനെ നയിക്കാനുള്ള ആത്മവിശ്വാസം ചെറുതല്ല. അച്ഛൻ രാധാകൃഷ്ണന്റെയും അമ്മ ചന്ദ്രികയുടെയും പാത പിന്തുടർന്നാണ് ഇരുവരുടെയും പൊതുപ്രവർത്തന മേഖലയിലേക്കുള്ള രംഗപ്രവേശം. വീട്ടുകളിൽ മീറ്റിങ്ങുകളും മറ്റും നടക്കുമ്പോൾ, പാർട്ടി മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റായിട്ട് എന്നെയും, അതുപോലെ തന്നെ തൃക്കടേരി ഗ്രാമപഞ്ചായത്തിൽ അനിയത്തി വൈസ് പ്രസിഡൻ്റായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ഈ പാർട്ടി പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ത്രാങ്ങാലി, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ത്രാങ്ങാലി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്. അവിടെ ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ് ത്രാങ്ങാലി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് എൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയോടുകൂടി നല്ല രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിവാഹശേഷം ശ്രീജ വാണിയംകുളം ത്രാങ്ങാലിയിലും ശ്രീലത തൃക്കടേരി കിഴൂരിലും എത്തിപ്പെട്ടു. ഇരുവരും പൊതുപ്രവർത്തന മേഖലകളിൽ കർമ്മനിരതരായി. രണ്ടുപേരും മഹിളാ അസോസിയേഷൻ പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും ചുമതലയെടുത്ത് പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനപ്രതിനിധികളാവുന്നതും. കോളേജ് പഠനകാലത്ത് ഞാനും ചേച്ചിയും ഒരേ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി വാണിയംകുളത്തേക്കും അതുപോലെ ഞാൻ തൃക്കടേരി പഞ്ചായത്തിലെ കിഴൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയതും ഒരു പാർട്ടി കുടുംബത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ അതും ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ടുണ്ട്. 2015-20 കാലഘട്ടത്തിൽ ഞാൻ തൃക്കടേരി പഞ്ചായത്തിലെ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തന പരിചയം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങളും അതുപോലെ പാർട്ടിയും ഇങ്ങനൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്നാൽ കഴിയുന്ന വിധം ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. ഒരേ സമയം ചേച്ചിയും അനിയത്തിയും 2 പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിലെത്തിയതിന്റെ കൗതുകം ജനങ്ങളിലുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.